കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഭിന്നശേഷിക്കാരനായ വയോധികൻ ജോസഫ് ഒരു കത്ത് നൽകി. ഭിന്നശേഷി പെൻഷൻ കിട്ടിയിട്ട് 5 മാസമായി. ഭിന്നശേഷിക്കാരായ തനിക്കും മകൾക്കും ഇതല്ലാതെ മറ്റ് ജീവിതമാർഗമില്ല. കടം വാങ്ങി മടുത്തു. 15 ദിവസത്തിനകം കുടിശ്ശിക തീർത്ത് പെൻഷൻ തരണം, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. ഒന്നും സംഭവിച്ചില്ല. സംസ്ഥാനത്ത് പെൻഷൻ കാത്തിരിക്കുന്ന 48 ലക്ഷം പേരെ പോലെ മുതുകാട് വളയത്ത് ജോസഫിനും ആശയേറ്റു. ഇന്ന് ജോസഫ് ജീവനൊടുക്കി. സാമൂഹ്യ സുരക്ഷാ പെൻഷനായി പ്രതിമാസം കിട്ടേണ്ടത് 1600 രൂപയാണ്. പക്ഷേ അത് മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന 10,000 നമുക്ക് ചുറ്റുമുണ്ട്. സർക്കാർ കണക്ക് പ്രകാരം 48,84,377 പേർ. 2.5 വർഷം മുൻപ് തെരഞ്ഞെടുപ്പ് കാലത്ത് LDF ഒരു പ്രകടന പത്രിക ഇറക്കിയിരുന്നു. അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്ഷേമ പെൻഷനുകൾ എല്ലാ മാസവും വിതരണം ചെയ്യും. ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 2500 രൂപയാക്കും. 3-ാം ബജറ്റിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പെൻഷൻ ഒറ്റ പൈസ കൂട്ടിയില്ലെന്ന് മാത്രമല്ല, ഉള്ളത് കൃത്യമായി കൊടുക്കാൻ പോലും പറ്റുന്നില്ല. വൃദ്ധർക്കും കർഷക തൊഴിലാളികൾക്കും ഭിന്നശേഷിക്കാർക്കും വിധവകൾക്കും 50 കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്കുമെല്ലാമുള്ള 1600 രൂപ പെൻഷൻ മുടങ്ങിയിട്ട് 5 മാസമായി. ഒരു മാസം ഇതിനു വേണ്ടത് 900 കോടി രൂപയാണ്. നിത്യച്ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന സർക്കാരിന് മുന്നിൽ വഴികളൊന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ രൂപീകരിച്ച കമ്പനി സമാഹരിക്കുന്ന തുകയെ കേരളത്തിന്റെ പൊതുബാധ്യതയായാണ് കേന്ദ്രം കണക്കാക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തിന്റെ കടം വാങ്ങൽ ശേഷി പരിമിതപ്പെട്ടു. ക്ഷേമ പെൻഷൻ വിതരണം വൈകാൻ ഇതാണ് കാരണമെന്ന് ധനമന്ത്രി പറയുന്നു. ചക്കിട്ടപ്പാറ സ്വദേശി ജോസഫ് ആത്മഹത്യ ചെയ്തത് പെൻഷൻ കിട്ടാത്തത് കൊണ്ടല്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ഏതായാലും അന്വേഷണം നടക്കട്ടെ, യാഥാർത്ഥ്യം പുറത്തു വരട്ടെ. പക്ഷേ ഏറ്റവും അർഹരായവർക്ക് യഥാസമയം പെൻഷൻ നൽകുക എന്നത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ കടമയാണ്.